അല്ല പക്ഷെ കോമഡിയുടെ നിലവാരം ഉയർത്താൻ കോമഡിയുടെ ഗ്രൂമേഴ്സ് കൂടെ ശ്രമിക്കണം. എന്തോ പറയാൻ വന്നു, അല്ല ബാക്കിയോടെ പറഞ്ഞു. ഇനി ഒന്നും ബാക്കി വെക്കണ്ട, നാളെ കണ്ടുമുട്ടത്തില്ലല്ലോ. 40 വർഷമായിട്ട് സ്റ്റേജ് ഇന്ത്യയുടെ ട്രൂപ്പ് നടത്തുന്ന ഒരാളാണ് ഞാൻ നടത്തുന്ന ആളാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ഇത്രയും വർഷം നന്നായിട്ട് സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്. സ്റ്റേജിൽ ഇവിടെ വി.ഡി. രാജപ്പൻ സാറിന്റെ ആവശ്യപ്രകാരം അവതരിപ്പിക്കാറുണ്ട്. അല്ലാതെ കോമഡി സ്കിറ്റുകളുണ്ട്, കോമഡി ഡ്രാമയുണ്ട്, സ്റ്റാർ ഷോ ഉണ്ട്. ഒരു റിപ്പീറ്റേഷൻ അല്ല സാർ, ഓരോ വേദിക്ക് ഓരോ വർഷം അനുസരിച്ച് പുതിയ പുതിയ ഐറ്റങ്ങൾ ഒന്നും കയറ്റി വിടത്തില്ല. ഈ കലാകാരന്മാർ എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും കലാകാരന്മാർ ഒരു വേദിയിൽ ഒരു സാധനം ആയിരിക്കും, ആരെങ്കിലും മൊബൈൽ എടുത്ത് ഇത് നേരെ യൂട്യൂബിൽ കയറ്റിയിടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കണ്ടതാണെന്നൊരു തോന്നലുണ്ടാകും. ഈ ഫ്ലോറിൽ അവതരിപ്പിക്കുന്നതല്ല. ഫ്ലോറിന്റെ രാജേഷ് പറഞ്ഞ കണക്ക് അതിന് അതിൻ്റെതായ ചട്ടക്കൂടിൽ അവതരിപ്പിക്കും. പക്ഷെ വെളിയിലേക്ക് പോകുമ്പോൾ അതിനുവേണ്ടി ഈ ആർട്ടിസ്റ്റുകളെല്ലാം നല്ല ഗംഭീരമായിട്ട് പ്രേക്ഷകരെ പിടിച്ചിരുന്ന സ്കിറ്റുകൾ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും ഈ പറയുന്ന കലാകാരന്മാരൊക്കെ ബ്രാൻഡ് എന്ന് പറയുന്നത് ഇപ്പോഴും വി.ഡി. രാജപ്പൻ സാർ അല്ലേ? അതൊരു പീസ് പുള്ളി കൊടുത്താലോ? നമ്മുടെ പുള്ളി നിലവാരം ഞാനേ പറഞ്ഞ ഒരു കാര്യം കൂടെ, ഒരു ചെറിയ കഥാപ്രസംഗക്കാരനായിരുന്നു. നിങ്ങളോ നിർത്തി നന്നായി. അല്ലല്ല സ്കൂൾ കോളേജ് തലത്തില് നമ്മള് തുടക്കം കഥയിലാണ്. അല്ലെ എനിക്ക് സംഭവം ഇത്രയും വിമർശനമുള്ള ആള് കഥ പറയാൻ പോയാലേ അടികൊണ്ട് ഷേപ്പ് മാറി പോകും. വിമർശനം വേറെ, കഥ വേറെ. അല്ലെ അദ്ദേഹത്തിന് ഒരു പീസ് കൊടുത്താൽ തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ വി.ഡി. രാജപ്പൻ സാറിന്റെ ഒരു കഥയിലൊരു പാട്ടുണ്ട്. അത് ഈ ലേഹ്യം ഉണ്ടാക്കി കുരങ്ങുകൾ വംശനാശം വരാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഈ കരിങ്കുരങ്ങ് രസായനം ഉണ്ടാക്കുന്നവർക്കെതിരെ അവശേഷിച്ച കുരങ്ങന്മാർ സംഘടിച്ച് ശക്തരായി സമരാവേശത്തോടുകൂടി ഒരു ജാഥ നടത്തുന്ന ഒരു വിപ്ലവഗാനമുണ്ട്. സർവലേഖി തൊഴിലാളികളെ ചങ്കടപ്പിക്കും, സംഘടിച്ചാൽ സംഘടിച്ചു ചങ്കടപ്പിക്കും. സർവലേഖി തൊഴിലാളികളെ ചങ്കടപ്പിക്കും, സംഘടിച്ചാൽ സംഘടിച്ചു ചങ്കടപ്പിക്കും. സർവലേഖി തൊഴിലാളികളെ മർക്കട മനസ്സു മാറ്റിയ കഴിഞ്ഞ കാലത്തിൽ മർക്കട മനസ്സു മാറ്റിയ കഴിഞ്ഞ കാലത്തിൽ ദുർഘടമെല്ലാം കയറിയിറങ്ങിയ മർക്കടരാണി ഞങ്ങൾ, മർക്കട മക്കൾ അവരുടെ മക്കൾ. ലേഖക്കാരുടെ ശല്യം കൊണ്ടു സംഘടിച്ചു ഞങ്ങൾ, ലേഖ്യം വേണ്ട ലോഹ്യം വേണ്ട ഷൈപ്പ് മാറ്റും ഞങ്ങൾ. അങ്ങനെ കഥ പറഞ്ഞപ്പോ ഞാനൊരു കാര്യം പറയാം. അതായത് ഞാൻ പഠിക്കുന്ന സ്കൂളിന്റെ മുമ്പില് 10ാം ക്ലാസ് ഒരു കൗണ്ടർ കൊടുത്താലോ? അല്ലല്ല, പണ്ടത്തെ സാധനം ഉണ്ടല്ലോ. ഞാൻ കൗണ്ടർ തരാം. 10ാം ക്ലാസ് പഠിക്കുമ്പോ എന്റെ സ്കൂളിന്റെ മുമ്പിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ് കുട്ടികൾ കല്ലെറിഞ്ഞ സമരത്തിന്റെ ഭാഗമായി തകർത്തപ്പോൾ ആ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പാവത്തിന്റെ ഹൃദയം പെടഞ്ഞു. അപ്പൊ എന്റെ ഹൃദയം പെടഞ്ഞു. അപ്പൊ ഞാനൊരു കഥാപ്രസംഗം അവതരിപ്പിച്ച് ആ സ്കൂളിൽ അന്ന് അവതരിപ്പിച്ചു. അതിന്റെ പേരാണ് ഇന്നും ഓർമ്മയുണ്ട്, ടാറ്റായുടെ പുത്രി എന്നാണ് കഥയുടെ പേര്. ട്രാൻസ്പോർട്ട് ബസ് അന്ന് ടാറ്റയാണ്. അതിലെ ചില വരികൾ ഓർക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, ചില വരികൾ കുട്ടികളെ കല്ലും കമ്പുമായിട്ട് ആ ട്രാൻസ്പോർട്ട് ബസ് ആക്രമിക്കുന്ന കഥ ഓർക്കുന്നുണ്ട്. കല്ലുകളും ചില കമ്പുകളും കമ്പികളും ചില കൊമ്പുകളും നീട്ടി നിൽക്കും കുട്ടന്മാർ വന്നു നിരന്നു എന്നോട് മുന്നേ കലിയിൽ കുത്തട കൊച്ചുരാമ, പിന്നെ കയ്യിലും കുത്തട കൊച്ചുരാമ. അതായത് ആ കാലഘട്ടത്തിൽ ഇതിനെ കൊച്ചു കൊച്ചു തെണ്ടികൾ അവരുടെ ചുറ്റും തെണ്ടികൾ, മല പോലൊരു പെമ്പിറന്നോര് കാലും പൊക്കി പിന്നില്, എലി പോലൊരു ബാൻഡുകാരൻ സ്കൂട്ടറിന്റെ മുന്നില് എന്ന് പറയുന്നൊരു പാരഡിയുടെ വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ആള് സൂപ്പറായിട്ടോ. നിങ്ങള് പെരുമ്പാവൂരിലൊന്നും ജനിക്കേണ്ട ആളല്ല, കേരളത്തിൽ ജനിക്കേണ്ട ആളല്ല, സംഭവിച്ചു പോയി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.